ഓക്കെ, ശ്രദ്ധിക്കും. 5A ആണ്. 5A റെഡി അല്ല, എല്ലാവരും റെസ്പോണ്ട് ചെയ്യട്ടെ. വളരെ കുറവാണ്. മാഗിയൊക്കെ മേടിച്ച് തന്നിട്ട് എന്ത് ചെയ്യണം, മേടിച്ച് തരില്ല, ഉണ്ടാക്കി തന്നിട്ട് എന്ത് ചെയ്യണം, റെസ്പോൺസ് കൂടുതൽ കുറേ ചെയ്യും. PQR Limited undertakes supply of a component 25 in batch. ഇതൊരു ബാച്ചിൻ്റെ കോഡാണ് പറയുന്നത്. നമ്മുടെ കാൽക്കുലേഷനിൽ അത് എന്ത് ചെയ്യില്ല, ഇൻഫ്ലുവൻസ് ചെയ്യില്ല. every month a fresh order is opened against which material, labor cost are booked action. Overhead are എന്ന് പറഞ്ഞാൽ ഓർഡർ കിട്ടുമ്പോൾ മെറ്റീരിയലും ലേബറും നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്താ, ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫയബിൾ. ഓവർഹെഡ് ആർ ലെവിഡ് അറ്റ് എ റേറ്റ് പെർ ലേബർ ഹവർ. അപ്പം ഓവർഹെഡ് എങ്ങനെയാണ്, ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഏതാണ്, ലേബർ ഹവർ. അതാണ് പ്രീ ഡിറ്റർമിൻഡ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസ്. സെല്ലിംഗ് പ്രൈസ് ഈസ് കോൺടാക്ട് 15 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. ലേബറിന് 2 രൂപയാണ് പെർ ഹവർ. ഓക്കെ അല്ലേ, ലേബറിന് എത്ര രൂപയാണ്, ഒരു ഹവറിന് 2 രൂപ. പിന്നെ ക്വസ്റ്റ്യൻ പറയുന്നത് കമ്പനി ഫർണിഷ് ദ ഡാറ്റ ഫോർ 3 months, ജാനുവരി ഫെബ്രുവരി മാർച്ച്. ഒരു ജാനുവരി ഫെബ്രുവരി മാർച്ചിലെ ബാച്ച് എത്ര യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, 1250. ഇവിടെ എത്ര, 1500. പിന്നെ 1000. മെറ്റീരിയൽ കോസ്റ്റ് ഇളക്കണമെന്നില്ല, ഒന്നിങ്ങനെ ഡീക്കാക്കിയിട്ട് പോയി. സപ്ലൈ ഓക്കെ. മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, പിന്നെ ഏതുണ്ട്, ഓവർ ഹെഡ് ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, കാൽക്കുലേറ്റ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് ബാച്ച്. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ജാനുവരി പിന്നെ ഏതാണ് കണ്ട, തന്നെയാണ് ആൻസർ കിട്ടുക. അത്ര ഉള്ളൂ. അവിടെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ജാനുവരി ഫെബ്രുവരി മാർച്ച്. മെറ്റീരിയൽ എത്ര പറയും, മെറ്റീരിയൽ ഉണ്ടല്ലോ ഇവിടെ ഏതാ, 6250. പറഞ്ഞാൽ പോലെ 9000, 5000 അങ്ങനെ ഇപ്പോൾ ഇവിടെ എഴുതിയില്ലേ. ലേബർ എങ്ങനെ വരാം, 2500, 3000, പിന്നെ എത്ര, 2000. ഇതിലൊരു സംഭവമുണ്ട്. രണ്ടായിരം, 3000, പിന്നെ എത്രയാണ്, 2000. അതാണ് സംഭവം. പിന്നെ ഓവർ ഹെഡാണ് കാണുന്നത്. ഓവർ ഹെഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഓവർ ഹെഡ് ടോട്ടൽ 4000-നും അതേപോലെ എത്രയാണ്, 4500-നും പിന്നെ എത്രയാണ്, 5000-ത്തിനൊക്കെ ഉള്ളതാണ്. നമുക്ക് ഇവിടെ എത്ര, അപ്പം ഓവർ ഹെഡ് റേറ്റ് കാണാൻ എങ്ങനെയാണ്, ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഓൾറെഡി മോള് പറഞ്ഞിട്ടില്ലേ ക്വസ്റ്റില്, എന്താ, ഏതാ ബേസ്, ലേബർ ഹവർ. അപ്പം എങ്ങനെ കാണാം, ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ ഹവർ. ഓവർ ഹെഡ് 4000, 12,000, 9,000, 10,000 തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ലേബർ ഹവർ കൂടെ തന്നിട്ടപ്പോൾ ഡിവൈഡ് ചെയ്താൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു 12,000 ഡിവൈഡ് ബൈ 4000 അപ്പോൾ എത്രയും 3, 9,000 ഡിവൈഡ് ബൈ 4,500 എത്രയും 2, 15,000 ഡിവൈഡ് ബൈ 7 എത്ര, 3. ക്ലിയർ. പക്ഷെ ഇനി വേറെ കാര്യമുണ്ട്, ഈ പർട്ടിക്കുലർ ജോബിന് എത്ര ഹവർ വന്നെന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഹിന്റ് ഉണ്ട്. എന്താ ഹിന്റ്, ഇതാ ഇവിടെയാണ് ഹിന്റ്. 1 മണിക്കൂറിന് എത്ര രൂപ എന്ന് പറഞ്ഞ്, 2 രൂപ. എത്ര, 2 രൂപ. വേണ്ട, 200-ലാണ് അടി കരിയില്ല. ഇനി കരിഞ്ഞാൽ തന്നെ 200-ൽ കരിഞ്ഞാൽ എന്താണ് ഒരു ടേസ്റ്റ്. എന്തായാലും പറയാൻ പറ്റുക, സ്മോക്കി. അതെ, ശ്രദ്ധിക്കും. എടാ കാര്യം മനസ്സിലായ, 2500 ലേബർ എങ്ങനെ കിട്ടുക, ലേബർ ഹവർ ഇൻറ്റു 2. അപ്പോൾ ഹവർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 2500 ഡിവൈഡ് ബൈ 2 അടിച്ചാൽ പോരെ. അപ്പോൾ ഇവിടെ എത്ര വരും, 1250. ഇവിടെ 3000 ഡിവൈഡ് ബൈ 2 എത്ര വരും, 1500. ഇവിടെ 2000 ഡിവൈഡ് ബൈ 2 എത്ര വരും, 1000. സിമ്പിൾ അല്ലേ, വെരി സിമ്പിൾ, നത്തിങ് ഗ്രേറ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഹവർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 ഇൻറ്റു എത്ര അടിച്ചാൽ മതി, 1250. എത്ര വരും, 3750 അല്ലേ. അടുത്തത് 1500 ഇൻറ്റു എത്രയാണ്, 2, എത്ര വരും, 3000. പിന്നെ 1000 ഇൻറ്റു 3 എത്രയാണ്, 3000. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും. പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാകും. പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത് അറിയാം. എന്ത് ചെയ്താൽ മതി, സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ്, 15 രൂപയാണ്. ഓക്കെ അല്ലേ, യെസ്. അത് അപ്പോൾ കുഴപ്പമില്ല. യൂണിറ്റ് എത്ര തന്നിട്ടുണ്ടോ, യൂണിറ്റ് 1250 അല്ലേ. അപ്പോൾ എത്ര വരും, 1250 ഇൻറ്റു 15,
18,750. ഈ 18,750 ഏത് കുറച്ചാൽ മതി? കോസ്റ്റ് 12,500 കുറയ്ക്കാം. 6,250. പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ 6,250 ഡിവൈഡഡ് ബൈ 12,50. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അതേപോലെ മറ്റതും കാണണമെങ്കിൽ ഇവിടെ എത്ര യൂണിറ്റാണ്? 1,500 ഇൻറ്റു 15 എത്ര വരും? 22,500. 22,500 15 പറഞ്ഞാൽ എത്ര വരും? 7,500. 7,500 ഡിവൈഡ് ബൈ 1,500 അടിച്ചാൽ പറയും. ഒരുപാട് സിമ്പിൾ സാധനമല്ലേ? അല്ലേ? ഒരേ ഒരു സാധനം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫാക്ടറി അവരുടെ അബ്സോർപ്ഷൻ റേറ്റ് കാണാം. പിന്നെ അത് അപ്ലൈ ചെയ്യുന്നതല്ല ഏത് അവർ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് തന്നിട്ടില്ല, അത് കണ്ടെത്താം. സിമ്പിൾ സാധനം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. അടുത്തേതാണ് കോൺട്രാക്ട്. വാവ്, വായിക്കും, പെട്ടെന്ന് വായിക്കും. പറയട്ടെ, പെട്ടെന്ന് പറഞ്ഞുതരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. എട്ടാമത്തതിന് ശേഷം ഒരു പേജ് കൊടുക്കാം, ഇൻസേർട്ട് പേജ്. എന്നിട്ട് ആ ഇൻസേർട്ട് പേജ് 9ാമത്തെ പേജിന് കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കാം അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞു തരില്ലേ? ക്വസ്റ്റ്യങ്ങൾ വായിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ പറയും കോൺട്രാക്ട് അക്കൗണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ടിട്ടുള്ളത്? വായിച്ചു. പ്രിപ്പയർ കോൺട്രാക്ട് അക്കൗണ്ട് ഷോയിങ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ ടു സൈറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു P&L അക്കൗണ്ട്. സിമ്പിൾ. മെമ്മറി കോൺട്രാക്ട് അക്കൗണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കി വായിക്കും. ആദ്യം ഏതാണ്? മെറ്റീരിയൽ കൺസ്യൂമഡ്. മെറ്റീരിയൽ കൺസ്യൂമഡ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്, ഈ മെറ്റീരിയൽ കൺസ്യൂമഡിൻ്റെ 1,65,000 അല്ലേ? അത് പ്രത്യേകം നല്ല ശ്രദ്ധിക്കണം കേട്ടോ. പ്രിപ്പയർ എ കോൺട്രാക്ട് അക്കൗണ്ട് ഷോയിങ് ദർ ഇൻ ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ്. ഇഷ്യൂഡ് അതിൽ കാണണം. ഇഷ്യൂഡ് പറയുമ്പോൾ എന്ത് ചെയ്യണം? കൺസ്യൂമഡ് കാണണം. കൺസ്യൂമഡ് ഓൾറെഡി തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് കാണുന്നത്? ഓക്കെ അല്ലേ? കണ്ട, കൺസ്യൂമഡ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പം അതിലെന്തോ എന്തുണ്ട്? ടിസ്റ്റ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം. ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയുണ്ട്? 5,000 ഉണ്ട് അല്ലേ? പിന്നെ വേജസ് എത്രയുണ്ട്? 30,000 ഉണ്ട്. പിന്നെ മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ എത്രയുണ്ട്? 5,000 ഉണ്ട്. പിന്നെ മെറ്റീരിയൽ സ്റ്റോളൻ ഫ്രം സൈറ്റ് എത്രയുണ്ട്? 10,000 ഉണ്ട്. ഇൻഷുറൻസ് ക്ലെയിം അഡ്മിറ്റഡ്. നല്ല ക്വസ്റ്റ്യൻ. ഇൻഷുറൻസ് ക്ലെയിം അഡ്മിറ്റഡ് ഒക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് ഈ സ്റ്റോളൻ ചെയ്ത് പറഞ്ഞതാണ് അബ്നോർമൽ ലോസ് ആണ്. അതിന് ഇൻഷുറൻസ് ക്ലെയിം വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് വർക്ക് എക്സ്പെൻസ് 20% ഓഫ് ഡയറക്റ്റ് വേജസ് ആണ്. പിന്നെ ഓഫീസ് എക്സ്പെൻസ് 10% ഓഫ് വർക്ക് കോസ്റ്റ് ആണ്. മെറ്റീരിയൽ ഓൺ ഹാൻഡ് അഥവാ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 15 വന്നിട്ടുണ്ട്. ക്യാഷ് റിസീവ്ഡ് 90% ഓഫ് വർക്ക് സർട്ടിഫൈഡ് 2,70,000. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് എങ്ങനെ കാണാം? 2,70,000 ഡിവൈഡ് ബൈ 90/100. കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് 15,000 വന്നിട്ടുണ്ട്. പ്ലാന്റ് സെൻഡ് ചെയ്തിട്ടുണ്ട് 60,000 രൂപയുടെ. അത് സ്ക്രാപ്പ് അതിൽ 10,000 വന്നിട്ടുണ്ട്. അതിൽ യൂസ്ഫുൾ ലൈഫ് 5 ഉണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെ കാണാം? 60,000 ഡിവൈഡ് ബൈ -10,000 ഡിവൈഡ് ബൈ എത്ര? 5. എന്നിട്ട് 146 ദിവസം ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ കാണാം? 140 ഡിവൈഡ് ബൈ 365 എത്ര? 4,000. ഇവിടെ എഴുതിയിട്ടുണ്ട് 4,000. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പുള്ളത്. ഓക്കെ, മെറ്റീരിയൽ കൺസ്യൂമഡ് എത്രയാണ്? ഓൾറെഡി ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതിലൊരു കാര്യം പറയാനുണ്ട്, ഞാനത് പിന്നെ പറയാം. 2 ഏതാണ്? മെറ്റീരിയൽ കൺസ്യൂമഡ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറയണേ. മെറ്റീരിയൽ കൺസ്യൂമഡ് എത്രയാണ്? 1,65,000. ഞാൻ കാണിക്കുന്നില്ല. അടുത്തായിട്ട് ഏതാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയുള്ളത്? 5,000. ടു ഡയറക്റ്റ് എക്സ്പെൻസ് 5,000. ടു അടുത്ത ഏതാണ്? വേജ്. ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ വേജ് എത്രയാണ്? 30,000.
അടുത്തായിട്ട് ഏതാണ്? മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ ആണ്. മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ലെസ് ചെയ്യണം അല്ലേ? ബൈ എന്ത് എഴുതണം? അല്ലടാ, മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ എത്ര എമൗണ്ട് വരുന്നു? 5000. ഒരു പണി ഇതൊന്നും നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് ഞാൻ ഇതൊന്നും തരാം, അല്ലെങ്കിൽ നാശവും. ഇവിടെ ഏതാ ഉള്ളത്? 1, 2 ഏതാ? നിങ്ങൾ മൂന്നാമത്തെ ബെഞ്ച് കിട്ടിയ 3 ആളല്ലേ? മൂന്നാമത്തെ ബെഞ്ചിൽ ഞാൻ അടുത്ത ബെഞ്ച് ഏതാ? അപ്പുറത്ത് അതിലെത്ര ആളുണ്ട്? 5 ആള്. അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് കഴിച്ചോളി. 1 5 ആൾക്ക് 5 ആളുണ്ടോ? 2 3 4 വേണ്ടേ? കഴിക്കട്ടെ. ഇനി ഇവിടെ ആരാ ചെക്കന്മാര്? നിങ്ങൾ 4 ആള് കഴിച്ചില്ലേ? 3 ആള്. ആ ബാക്കില് കഴിച്ചു, അവര് കഴിച്ചു. വേണമെങ്കിൽ കുറച്ചുകൂടി ഉണ്ടാക്കാം. പാക്കറ്റ് ഉണ്ട്. ഗേൾസിനെ എല്ലാവരും അതിനെ അത് ബോയ്സ് 3 ആൾ. അല്ലാതെ ഉണ്ടാവില്ല. ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ മകളെ. ഇവിടെ മെറ്റീരിയൽ റിട്ടേൺ അല്ല നമ്മൾ പറഞ്ഞ്. മെറ്റീരിയൽ റിട്ടേൺ ഇവിടെ എടുക്കണ്ട. എന്തേ? നമ്മൾ ഓൾറെഡി കൺസ്യൂമറിൽ എടുത്തല്ലേ. കൺസ്യൂമർ എങ്ങനെ കാണുക എന്നുള്ളതാണ്. അത് ഞാൻ വേറെ പറയാം, അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായ? റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ. 50,000 രൂപയുടെ മെറ്റീരിയൽ ഞാനൊരു സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്തു. ശ്രദ്ധിക്കേണ്ട ആളുകൾ, അവിടുന്ന് 10,000 രൂപയുടെ മെറ്റീരിയൽ തിരിച്ചു വന്നു. മെറ്റീരിയൽ കൺസ്യൂമർ എത്രയാണ്? 40. അപ്പം ഞാൻ ഈ ഡെബിറ്റ് ടു മെറ്റീരിയൽ കൺസ്യൂമർ 40,000 എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? റിട്ടേൺ കാണിക്കണോ? അപ്പോൾ റിട്ടേൺ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് മെറ്റീരിയൽ കൺസ്യൂമർ. ഓക്കെ അല്ലേ? അപ്പോൾ അത് വേണ്ട. അടുത്ത ഐറ്റം പറയാം. മെറ്റീരിയൽ സ്റ്റോളൻ ഫ്രം സൈറ്റ്. ആ എമൗണ്ട് എവിടുന്ന് കുറച്ചിട്ടുണ്ടാവും? കൺസ്യൂമറിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും വേണ്ട. അടുത്ത് ഇൻഷുറൻസ് ക്ലെയിം അഡ്മിറ്റഡ് ആണ്. അത് അബ്നോർമലി നാച്ചുറൽ ഉള്ളതാണ്. എവിടെ ട്രീറ്റ് ചെയ്യാനുള്ളതാണ്? അതും ഇപ്പോൾ ഇവിടെ നോക്കണം. ദെൻ അടുത്തേതാ?
വർക്ക്സ് ഓവർഹെഡ് 20% ഓഫ് ഡയറക്റ്റ് വേജസ് ടു വർക്ക്സ് ഓവർഹെഡ് പറയും. ഡയറക്റ്റ് വേജസ് എത്ര ഉള്ളത്? 5000 അല്ല 30,000. അതിൻ്റെ 20% എത്ര വരും? 6000. അടുത്തേക്ക് ഓഫീസ് ഓവർഹെഡ്. ടു ഓഫീസ് ഓവർഹെഡ് എത്ര? 10% ഓഫ് വർക്ക് കോസ്റ്റ്. വർക്ക് കോസ്റ്റ് പറയുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് വർക്ക് കോസ്റ്റ് അല്ലേ? അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒരു പണിയാം, ഇതൊക്കെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒന്നുകൊണ്ട് കാണിക്കാം. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് എത്ര വരും പറയും? 2,06,000. ഈ 2,06,000 എത്ര ശതമാനം എടുക്കാം? 20% അല്ലേ? 10%. 2,06,000 അല്ലല്ലോ. ഒരു ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ട്. സോറി, ഡിപ്രീസിയേഷനും കൂടെ എടുക്കണം. എത്ര ഡിപ്രീസിയേഷനുകൾ കണ്ട്? 4,000. അറിയാലോ, കാൽക്കുലേഷനൊക്കെ അറിയാം. ഇതും കൂടെ കൂട്ടിയാൽ 2,00,000 എത്ര വരും? 10,000. ഇതിനാണ് എന്ത് വർക്ക് കോസ്റ്റ് പറയാം. 2 ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഓവർഹെഡ് എത്രയാണ്? ഓഫീസ് ഓവർഹെഡാണ്. ഓഫീസ് ഓവർഹെഡ് 10% ഓഫ് വർക്ക് കോസ്റ്റ്. അപ്പോൾ എത്ര വരും? 23,000. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അടുത്ത് മെറ്റീരിയൽ ഓൺ ഹാൻഡ് 15,000 എഴുതണം. വേണ്ട, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് മക്കളെ. മെറ്റീരിയൽ കൺസ്യൂമഡ് എഴുതണം. അതാണ് കൊടുത്ത ടിസ്റ്റ്. ഇനി ഏതാണ്? വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? ബൈ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് സർട്ടിഫൈഡ് എങ്ങനെ കാണും? 2,70,000 ഡിവൈഡഡ് ബൈ എത്ര ശതമാനം ഇത്? ഇൻറ്റു 100 എത്ര വരും? 3 lakh. അൺസർട്ടിഫൈഡ് ഉണ്ടാ? എത്ര ഉള്ളത് അൺസർട്ടിഫൈഡ്? 10,000. യൂസിങ് ക്വസ്റ്റ്യൻ. പക്ഷെ മെയിൻ ഡിസ്റ്റാക്കുന്ന സാധനം ഏതാണ്? കൺസ്യൂംഡ് നോട്ട് ചെയ്യണം. എത്ര വരും? നോഷണൽ പ്രോഫിറ്റ്. പെട്ടെന്ന് 80,000. ഓക്കെ, ബൈ നോഷണൽ പ്രോഫിറ്റ് 80,000. 2 P&L ട്രാൻസ്ഫർ ചെയ്യുന്നത് 2 ഏതാക്കാം? റിസർവ്. P&L ട്രാൻസ്ഫർ ചെയ്യുന്നത് വർക്കിംഗ് നോട്ട് നമ്പർ ഏത് ചെയ്യാം? 1 സെറ്റ് ചെയ്യാം. എമൗണ്ട് ട്രാൻസ്ഫർ ടു P&L അത് കാണാൻ എന്ത് ചെയ്യണം? ആദ്യം പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കാണും. എങ്ങനെ കാണും? വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു 100. വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? 3 lakh. കോൺട്രാക്ട് പ്രൈസ് എത്രയായിരുന്നു? 5 lakh. ഇൻറ്റു 100 എത്ര പെർസെൻറ്റേജ് വരും? 60%. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ട്രാൻസ്ഫർ ടു P&L കാണാനുള്ള ഇക്വേഷൻ എന്താ? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. നോഷണൽ പ്രോഫിറ്റ് 80,000 ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് 90%. 90% പോരെ? എത്ര വരും? 48,000. എക്സാക്ട്ലി 48,000. 48,000 ആണെങ്കിൽ ബാക്കി എത്ര? 32,000. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി മെറ്റീരിയൽ ഇഷ്യൂഡ് എന്ത് ചെയ്യണം? കാണണമെന്ന് പ്രത്യേകം പറഞ്ഞത്. ഓക്കെ അല്ലേ? അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കാണിക്കാം. ഇഷ്യൂ ചെയ്തതല്ലല്ലോ കൺസ്യൂം ചെയ്തത്, ആണോ? ഇഷ്യൂ ചെയ്തിട്ട് റിട്ടേൺ ഉള്ളതൊക്കെ അല്ലേ? ഇല്ലേ? ഓക്കെ, അപ്പം നമുക്ക് അതൊരു ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ചെയ്യണം. ഇത് കണ്ടോ? മെറ്റീരിയൽ ഇഷ്യൂഡ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരാം? ആദ്യം 1,60,5,000 എന്താണ്? കൺസ്യൂംഡ് അല്ലേ? ഇനി എന്താണ് നോർമൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഏതൊക്കെ ഉണ്ട്? മെറ്റീരിയൽ കൺസ്യൂമഡ് 1. മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ ഉണ്ട്. എത്രയാണുള്ളത്? 5,000 രൂപ. അപ്പോൾ മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ എന്ന് പറയുമ്പോൾ ഇഷ്യൂ ചെയ്തതിൽ നിന്ന് എന്ത് ചെയ്യണം? അത് കുറയ്ക്കല്ലേ ചെയ്യാം. അപ്പോൾ അത് എന്ത് ചെയ്യണം? കൂട്ടണം. ഇപ്പം ഞാൻ 1,00,000 ഇഷ്യൂ ചെയ്തത്, അതിൽ നിന്ന് 5,000 രൂപയുടെ സാധനം റിട്ടേൺ വന്നാൽ ഈ യൂസർ കാണാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുക? ഇഷ്യൂഡിൽ നിന്ന് എന്ത് കുറയ്ക്കും? 5,000 കുറയ്ക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് കാണണം? ഇപ്പം തന്നത് ഏതാണ്? യൂസ്ഡാണ്, അല്ലെങ്കിൽ ഏതാണ്? കൺസ്യൂമഡ്. ഓക്കെ അല്ലേ? കൺസ്യൂമഡിൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. എത്ര? 5,000. ഏതായിരുന്നു? റിട്ടേൺ അല്ലേ? അടുത്തായിട്ട് ഏതാ? മെറ്റീരിയൽ സ്റ്റോളൻ ഫ്രം സൈറ്റ് 10,000 രൂപ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇഷ്യൂ ചെയ്തതിൽ നിന്ന് എന്ത് ചെയ്യും? കുറയും. ഇവിടെ ഈ 10,000 എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. സ്റ്റോളൻ എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്തായിട്ട് ഏതാ? മെറ്റീരിയൽ ഇൻ ഹാൻഡ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ അല്ലേ? അതും എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? 15,000.
അപ്പം എത്ര വരും? 1,90,000. ദിസ് ഈസ് വാട്ട് ഈസ് ഇഷ്യൂഡ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. കാൽക്കുലേറ്റർ എടുക്കുക എല്ലാവരും. എത്ര രൂപയുടെ സാധനം നമ്മൾ ഇഷ്യൂ ചെയ്ത്? ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഓപ്ഷൻ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിലങ്ങനെ കാണിക്കണമെന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ ടു സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്ത് കാണിച്ചാൽ മതിയോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ അത് ചാമ്പണോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഏതെടുക്കേണ്ടി വരും? ഇതെടുക്കേണ്ടി വരും. അപ്പോൾ റെഫറൻസിന് വേണ്ടിയിട്ട് എടുക്കാൻ ഈ കോപ്പന്മാർ എന്ത് ചെയ്തിട്ടില്ല? റെഫറൻസിന് ഒന്നും കൊടുത്തിട്ടില്ല. എന്താ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ ടു സൈറ്റ് 1,95,000 ഉണ്ട്. ഓക്കെ അല്ലേ? അത്ര ഉണ്ട്, മതി. മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ഇതാ വാട്ട് ഐ എം തിങ്കിങ് ദാറ്റ് ഇങ്ങനെ ചെയ്തൂടെ എന്നുള്ളതാണ്. ഇതാ കോൺട്രാക്ട് അക്കൗണ്ടിൽ ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതാം? 1,90,500 എഴുതാം. ക്ലിയർ? ബൈ എന്ന് പറഞ്ഞിട്ട് ഏത് എഴുതാം? പറയും. ഏതാ? ഈ സാധനങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ മെറ്റീരിയലിനെ കുറയ്ക്കുന്നതല്ലേ. ഇതൊക്കെ എന്ത് ചെയ്യാം? 5,000 പറയും, 10,000, പിന്നെ എത്രയും 15,000. ഇതിൻ്റെ നെറ്റ് എമൗണ്ട് എത്ര വരാം? അടിച്ച 1,95 മൈനസ് 5,000 മൈനസ് 10,000 മൈനസ് 15,000, 1,65,000. അപ്പം അങ്ങനെ എഴുതണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ 1,65 എവിടെ? അതിന് പകരം നിങ്ങൾക്ക് ഏത് എഴുതാം? 1,95 എഴുതിയിട്ട് ഇവിടെ ഒക്കെ എഴുതാം. അങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഒരു കാര്യമുണ്ട്, കോൺട്രാക്ട് അക്കൗണ്ട് ഷോയിങ് ദെയറിങ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ് ടു സൈറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ ഇട്ടിട്ട് വെക്കലാവും നന്നാവും. എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണ്ട, ഇത് പുറത്ത് ചെയ്യണ്ട. മനസ്സിലായെങ്കിൽ ഇതിങ്ങനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ 1,95 ആക്കാം. കുഴപ്പമില്ലല്ലോ. പിന്നെ ഇവിടെ എന്തൊക്കെ വരും? ബൈ ഏതാണ്? പറയും. റിട്ടേൺ ആയിട്ട് വരും. പിന്നെ ബൈ ചെയ്ത് വരും. ലോസ് സ്റ്റോളൻ ചെയ്ത് വരും. ബൈ ചെയ്ത് വരും. ക്ലോസിങ്ങും വരും. ക്ലോസിങ് 15 അല്ലേ? സ്റ്റോളൻ 10,000. മറ്റെത്ര? 5,000. ഇനി ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ 80,000 കിട്ടുന്നുണ്ടെന്ന് വെറുതെ നോക്കി ഒരു സമാധാനം. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പം ഇങ്ങനെ ചെയ്യുന്നാവും നന്നാവും എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നുന്നത്? ഓക്കെ, ദാറ്റ്സ് ഓൾ.